തീർച്ചയായിട്ടും നമുക്കറിയാം കേരളത്തിലെ പല ഹോസ്പിറ്റലുകളിലും ഒരുപാട് പ്രശ്നങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ കേരളത്തിലെ ആരോഗ്യ മന്ത്രാലയം നിരവധി ആരോപണങ്ങൾ നേരിടുന്ന സാഹചര്യത്തിൽ ഇലക്ഷൻ അടുത്തിരിക്കുന്ന ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ തീപിടുത്തം കൂടി ഉണ്ടായിരിക്കുന്നത്. റോജി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. റോജി, എങ്ങനെയാണ് നമുക്ക് ഇപ്പോൾ ഇതിനെ മനസ്സിലാക്കാൻ കഴിയുന്ന ഈ തിരുവനന്തപുരത്ത് നടന്ന തീപിടുത്തം, മെഡിക്കൽ കോളേജിൽ നടന്ന തീപിടുത്തം, അത് എത്രത്തോളം എനിക്ക് തോന്നുന്നു രാഷ്ട്രീയപരമായി കൂടി അതിനെ വിലയിരുത്തേണ്ടതുണ്ട്. കേവലം സാങ്കേതികത മാത്രമായിട്ട് അതിനെ ചുരുക്കാൻ കഴിയില്ല ഈ ഇലക്ഷൻ കാലത്ത്. അപ്പോൾ അതുകൊണ്ട് ഏത് രീതിയിലാണ് നമുക്കതിനെ വിലയിരുത്താൻ കഴിയുക? എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്നുള്ള ഏത് രീതിയിലുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്? ആതുരാലയങ്ങൾ എന്ന് പറയുന്നത് ഓരോ വ്യക്തികളും അവിടെ ഈ കയറി ചെല്ലുന്നത് തന്നെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയാണ്. പലപ്പോഴും നമുക്കറിയാം, ആശുപത്രികളിലേക്ക് ചികിത്സയ്ക്ക് വേണ്ടി ചെല്ലുന്ന ആളുകൾ അവിടുന്ന് അവരുടെ ജീവൻ നഷ്ടപ്പെട്ട് ഇറങ്ങി വരുന്ന ചില സംഭവ വികാസങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇന്ന് ആശുപത്രിയെ സംബന്ധിച്ച് ഇന്ന് പ്രധാനപ്പെട്ട 3 സംഭവങ്ങളാണ് ഉള്ളത്. അതിൽ ഒന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഉണ്ടായ സ്പെഷ്യാലിറ്റി ബ്ലോക്കിൽ ഉണ്ടായ തീപിടുത്തമാണ്. 2 യുവ ഡോക്ടറായ വന്ദനാദാസിനെ കുത്തി കൊന്ന അക്രമിയായ സന്ദീപിനെ കുറ്റക്കാരനാണെന്ന് കോടതി വിധിച്ച ദിവസമാണ്. 3ാമത്തെ സംഭവം എന്ന് പറയുന്നത് സ്വകാര്യ നേഴ്സിംഗ് മേഖലകളിൽ സമരം നടക്കുകയാണ്, ഇന്ന് ചർച്ച നടക്കുകയാണ് എന്നുള്ളതാണ്. അതായത് ഹൈക്കോടതി നിയോഗിച്ച അഭിഭാഷകനും സ്വകാര്യ ആശുപത്രി മാനേജ്മെൻറ്റും UNA നേതാക്കളുമായി ഒരു ചർച്ച നടക്കുന്നു. എന്താകും സമരം എന്നുള്ളത് ഇനി നമുക്കറിയാം. ഇതുവരെ ചൊവ്വാഴ്ച വരെ, അതായത് ഇന്ന് വരെ സമരം ചെയ്യരുത് എന്നൊരു തീരുമാനമായിരുന്നു ഹൈക്കോടതി നൽകിയിരുന്നത്. അതനുസരിച്ച് ഇന്ന് വരെ സമരങ്ങളിലേക്ക് ഒന്നും പോയിട്ടുണ്ടായിരുന്നില്ല. വടക്കേ മലബാറിലേക്ക് നോക്കുകയാണെങ്കിൽ അവിടെയാണ് ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഈ സ്വകാര്യ നഴ്സുമാരുടെ സമരം നടക്കുന്നത്. ഇങ്ങനെ പ്രധാനപ്പെട്ട 3 സംഭവങ്ങളാണ് ആശുപത്രി കേന്ദ്രീകരിച്ച് ഇന്നുണ്ടായത്. ഇതിന് രാഷ്ട്രീയപരമായി ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മുന്നോട്ട് വെക്കാൻ കഴിയും. കാരണം ആശുപത്രി അല്ലെങ്കിൽ ആതുരാലയം, ആരോഗ്യരംഗം എന്ന് പറയുന്നത് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ അഭിമുഖീകരിച്ചുകൊണ്ടിരുന്ന ഒരു സമയം തന്നെയായിരുന്നു ഇത്. കോട്ടയത്ത് ഉണ്ടായ ബിന്ദു എന്ന് പറയുന്ന സ്ത്രീയുടെ മരണം അടക്കമുള്ള കാര്യങ്ങൾ ഒക്കെ നമുക്കറിയാം. ആരോഗ്യമന്ത്രി ഒരുപാട് വിമർശനങ്ങൾ ഏൽക്കുകയൊക്കെ ചെയ്തിരുന്നു. നമ്മുടെ ആരോഗ്യരംഗം ഇപ്പോൾ എങ്ങനെയാണ് എന്ന് ഈ സമയത്ത് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു, അന്ന് വിലയിരുത്തേണ്ടിയിരിക്കുന്നു എന്ന് തോന്നുന്നു. റോബിൻ, എന്തായാലും നമ്മളുടെ ഒപ്പം ഇപ്പോൾ ജോയ്സ് കൂടി ചേരുന്നുണ്ട്. ജോയ്സ്, നമുക്ക് അറിയാലോ, അതായത് ഇന്ന് പ്രധാനപ്പെട്ട 3 സംഭവങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. ഒന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഉണ്ടായ തീപിടുത്തമാണ്. 2 വന്ദനാദാസിനെ ആക്രമിച്ച സന്ദീപ് എന്ന് പറയുന്ന അക്രമി കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തിയിരിക്കുകയാണ്. 3ാമത്തെ ഒരു സംഭവം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സ്വകാര്യ നഴ്സുമാരുടെ സമരത്തിൽ ഒരു ചർച്ച നടക്കുകയാണ്. ഇപ്പോൾ ഈ ആശുപത്രികളുടെയും അല്ലെങ്കിൽ നമ്മുടെ ആതുരാലയങ്ങളുടെയും ഈ സംഭവ വികാസങ്ങളെ നോക്കിക്കാണുമ്പോൾ എങ്ങനെയാണ് ജോയ്സിനെ ഒന്ന് വിലയിരുത്തുന്നത്? റോജി, ഇതിൽ മെയിനായിട്ട് എടുത്ത് പറയേണ്ട പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും രാജ്യരാമാനം 40 വട്ടം പറയാറുള്ള ഒരു കാര്യമാണ് കേരളം നമ്പർ 1 ആണെന്ന് പറയുന്നത്. കേരളം എന്ന് മാത്രമല്ല, കേരളത്തിലെ ആരോഗ്യരംഗം ഉൾപ്പെടെ നമ്പർ 1 ആയിട്ടുള്ള കേരളത്തിലെ നമ്പർ 1 ആയിട്ടുള്ള ആരോഗ്യ മേഖലയിലെ അനാസ്ഥകളും നമ്പർ 1 ആണ് എന്നുള്ള കാര്യം നമ്മൾ ശരിക്കും സൂചിപ്പിക്കാതെ പോകുന്നത് ശരിയല്ല എന്ന് എനിക്ക് തോന്നുന്നു. നമുക്കറിയാം, ഒരു ഡോക്ടർ ഒരു ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കേണ്ട ഡോക്ടറിന്റെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ ആ ഒരു ആരോഗ്യ സംവിധാനത്തിന്റെ അടുത്തുനിന്ന് വരുന്ന പല വീഴ്ചകളും പലരുടെയും ജീവൻ നഷ്ടപ്പെടുന്ന തരത്തിലേക്ക് എത്തിയിട്ടുണ്ട്. ഈ അടുത്ത് വന്ന രസകരമായിട്ടുള്ളൊരു വാർത്തയാണ്. അതായത് 5 വർഷങ്ങൾക്ക് മുൻപ് വയറ്റിൽ കത്രിക വെച്ച് മറന്നുപോയ ഒരു ശസ്ത്രക്രിയക്കിടയ്ക്ക് കത്രിക വെച്ച് മറന്നുപോയി. അതിനുശേഷം രോഗി മരിച്ചു. 1 വർഷം കഴിഞ്ഞപ്പോൾ രോഗിയുടെ വീട്ടിലേക്ക് നോട്ടീസ് ചെന്നിരിക്കുകയാണ്, ഹാജരാണോ, തെളിവ് സമർപ്പിക്കാൻ വേണ്ടി ഹാജരാകണം എന്നുള്ളത്. അപ്പോൾ ഇതൊക്കെ എത്രത്തോളം നമ്മുടെ സിസ്റ്റത്തിന്റെ ഒരു വീഴ്ചയാണ് ഇതിൽ ശരിക്കും വ്യക്തമാകുന്നത്. ഇപ്പോൾ വന്ദനാദാസ് എന്ന് പറഞ്ഞാൽ 23 വയസ്സുള്ള ഒരു പെൺകുട്ടി എത്ര സ്വപ്നങ്ങൾ കണ്ടിട്ടായിരിക്കും ആ ഒരു മേഖലയിലേക്ക് കടന്നു വന്നത്. ഒരു അനാസ്ഥയുടെ പേരിൽ അല്ലെങ്കിൽ ഒരു നിമിഷ നേരത്തെ ഒരു വീഴ്ചയുടെ പേരിൽ. അത് ശരിക്കും മെഡിക്കൽ ഫീൽഡിൽ മാത്രമല്ല, ശരിക്കും ഒപ്പം ഉണ്ടായിരുന്നു. ഒരു പ്രതിയെ ഹോസ്പിറ്റലിൽ കൊണ്ടു ചെല്ലുമ്പോൾ, ഒരു അത്യാഹിത വിഭാഗത്തിൽ കൊണ്ടു ചെല്ലുമ്പോൾ അവിടെയുള്ള ഡോക്ടർമാരുടെ ആയാലും ശരി, അവിടുത്തെ സ്റ്റാഫിന്റെ ആയാലും ശരി, അതുപോലെ ഒപ്പം ഉള്ള മറ്റ് രോഗികൾ, ഒരു ഹോസ്പിറ്റലാകുമ്പോൾ പല രോഗികളും പല ആൾക്കാരും ഒക്കെ ഉണ്ടാവുമല്ലോ, അവരുടെയൊക്കെ സേഫ്റ്റി ഇതുപോലൊരു പ്രതിയും കൊണ്ട് ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ അത് അവിടെ കൂടെ നിൽക്കേണ്ട പോലീസ് ശരിക്കും നോക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ഈ സാമൂഹ്യ മാധ്യമങ്ങളും വാർത്താ മാധ്യമങ്ങളും ആളുകളും എല്ലാവരും ഒപ്പം നിന്ന് ഹാരിച്ചിറക്കൽ പറഞ്ഞതിൽ എന്തൊക്കെയോ സത്യാവസ്ഥയില്ലേ, സത്യസന്ധമായ കാര്യമല്ലേ എന്ന ജനങ്ങളുടെ ഒരു സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് അദ്ദേഹത്തിനെതിരെ ആക്ഷൻ എടുക്കാതിരുന്നത്. എന്നിട്ടും പലപ്പോഴും നമ്മളുടെ ഭരണകൂടം അദ്ദേഹത്തെ ഒരു കുറ്റക്കാരനാക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോഴും ഉള്ളത് തുറന്നു പറയുന്ന ആൾക്കാരെ കുറ്റക്കാരനാക്കുക എന്ന് പറയുന്ന ഒരു രീതിയിലേക്കൊക്കെ നമ്മുടെ ഗവൺമെന്റ് മാറുക എന്ന് പറയുന്നത് വളരെ മോശമായ ഒരു നിലപാട് തന്നെയാണല്ലേ? തീർച്ചയായിട്ടും. അത് ശരിക്കും ഗവൺമെന്റ് നോക്കുന്നത് അവരുടെ ഒരു മുഖം വെളുപ്പിക്കാനുള്ള ഒരു കാര്യങ്ങളാണ് നോക്കുന്നത്. പക്ഷെ അത് കേരളത്തിന്റെ ഒരു ഗതി, കേരള സമൂഹത്തെ ബാധിക്കുന്ന എത്രത്തോളം ഗുരുതരമാണെന്ന് നമ്മൾ ചിന്തിക്കണം. ഇപ്പോൾ ഈ ഹോസ്പിറ്റലിൽ ഷോർട്ട് സർക്യൂട്ട്, ഇത് ശരിക്കും ഒരു ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ഒരു ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാകാനുള്ള ഒരു കാരണം എന്താണ്? അവിടുത്തെ വർക്ക് ചെയ്തിരിക്കുന്ന ഒരു ക്വാളിറ്റി ഇല്ലാത്ത വർക്കാണെന്നാണ് അതിന്റെ ഒരു തെളിവെന്ന് പറയുന്നത്. അതായത് മറ്റ് പുറത്തേക്കൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട്
കൂടുതലായിട്ട് ആ നാടുകളൊക്കെ കാണുന്നത് അവിടുത്തെ മെഡിക്കൽ ഫീൽഡ് ആയിരിക്കും, അല്ലെങ്കിൽ അവിടുത്തെ മെഡിക്കൽ രംഗം ആയിരിക്കും. അതിപ്പോൾ ഒരു ഹോസ്പിറ്റലിൽ പണിയുമ്പോൾ തൊട്ട്, അതിന്റെ അടിത്തറ പണിയുമ്പോൾ തൊട്ട് വ്യക്തമായിട്ട് അതിന് ആവശ്യമായിട്ടുള്ള സംവിധാനങ്ങൾ അവരവിടെ ഒരുക്കും. യാതൊരു വിധത്തിൽ അപകടങ്ങൾ ഉണ്ടായിരിക്കാൻ വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ അവിടെ ഒരുക്കും. അപ്പൊ ഇതിലൊക്കെ കൈയിട്ട് വാരി ഇതുപോലുള്ള സിസ്റ്റത്തെ പരമാവധി നശിപ്പിക്കുന്ന ആ ഒരു പ്രവണത എല്ലാവരെയും അല്ല ഞാൻ പറയുന്നത്. ചില ആളുകളെങ്കിലും ഇപ്പൊ ഒരു പ്രൊജക്ട് വരികയാണെങ്കിൽ പ്രൊജക്ട് പ്ലാൻ ചെയ്യുമ്പോൾ തന്നെ എങ്ങനെ ഇതിൽ നിന്ന് കക്കാം എന്നാണ് ആദ്യം പ്ലാൻ ചെയ്യുക. എല്ലാവരെയും അല്ല, ചില ആളുകളെങ്കിലും അങ്ങനെ ഉണ്ടാകും. അപ്പൊ അതുകൊണ്ടാണ് പലപ്പോഴും ഇങ്ങനെയുള്ള പ്രതിസന്ധികളിലേക്ക് വരുന്നത്. അനുഭവിക്കേണ്ടത് സാധാരണക്കാരാണ്. അതെ, തീർച്ചയായിട്ടും. ഇത് റോജി ഇപ്പൊ പറഞ്ഞൊരു കാര്യം കൂടെ നമുക്കൊന്ന് കൂട്ടാന്ന് തോന്നുന്നു. അതായത് സംവിധാനങ്ങളുടെ കുറവ്, ഒരു മെഡിക്കൽ ഹോസ്പിറ്റലിൽ അല്ലെങ്കിൽ ഒരു മെഡിക്കൽ കോളേജിലെ സംവിധാനങ്ങളുടെ കുറവിനെ കുറിച്ച് നമ്മളിപ്പോൾ പറഞ്ഞല്ലോ. അതുപോലെ ഡോക്ടർമാരുടെ ആയാലും മൊത്തത്തിൽ സ്റ്റാഫിന്റെ ഒക്കെ ഉള്ള ഒരു ഷോർട്ടേജ്, അത് ശരിക്കും ഇവർക്ക് ഈ വർക്ക് ലോഡ് വന്നു കഴിയുമ്പോൾ മാനേജ്മെന്റിന്റെ അടുത്ത്, അത് ഏത് ഫീൽഡിലായാലും ശരി, മാനേജ്മെന്റിന്റെ അടുത്ത് നമ്മൾ ഓട്ടോമാറ്റിക്കലി ഇതിനുള്ള പല തരത്തിലുള്ള അപേക്ഷകളും കാര്യങ്ങളൊക്കെ ആയിട്ട് ചെന്ന് കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ ഓവർ വർക്ക് ലോഡിൽ മാറ്റമൊന്നും വരുന്നില്ല എന്ന് കഴിയുമ്പോൾ അവിടെ ഓട്ടോമാറ്റിക്കലി ഒരു നിസ്സംഗ മനോഭാവം വരും. അത് ഇങ്ങനെയൊക്കെ പോയാൽ മതി എന്നുള്ളൊരു രീതി വരും, മനസ്സിലായോ? അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പോഴാണ് ഇതുപോലുള്ള പല പ്രശ്നങ്ങളും ഉണ്ടാവുന്നത്, പല കാര്യങ്ങളിലും ഒരു ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റാതെ വരുന്നത്. കാരണം ഈ കത്രിക മറന്നു വെച്ച കേസൊക്കെ ഈ തൊട്ടടുത്ത് ഒരു ആഡ് ഓൺ എന്ന് പറഞ്ഞാലേ ഒരു തമാശക്ക് പറയുന്ന ഒരു കാര്യമാണ്. അതായത് സർക്കാർ ജോലി കിട്ടുന്നത് വരെയാണ് പണി. സർക്കാർ ജോലി കിട്ടിക്കഴിഞ്ഞാൽ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല എന്ന് പറയും. പക്ഷെ ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാവരെയും ഉദ്ദേശിച്ചല്ല. അപ്പോൾ ഈ പറഞ്ഞ പോലെ നിസ്സംഗതാഭാവമാണ്, ഇങ്ങനെയൊക്കെ അങ്ങ് പോയാൽ മതി ഓക്കെ എന്നുള്ളൊരു രീതിയിലേക്ക് മാറുന്നത് തന്നെ പലപ്പോഴും ഇത്രയും വലിയ വലിയ പ്രതിസന്ധികളിലേക്ക് കൊണ്ടുപോകും അല്ലേ? തീർച്ചയായിട്ടും. അപ്പം അവിടെ ശരിക്കും ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വ്യക്തമായിട്ടുള്ള ഒരു സ്റ്റാഫ് ഷോർട്ടേജ് ഉണ്ടെങ്കിൽ അതൊന്ന് ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള പരിപാടികൾ നോക്കുക. അതിനനുസരിച്ച് ഇപ്പം നമുക്കറിയാം, നാട്ടിൽ ഇപ്പോൾ നേഴ്സിംഗ് പഠിച്ച പിള്ളേരൊന്നും നാട്ടിൽ ഇരിക്കത്തില്ല. അപ്പോൾ അവർക്ക് ആവശ്യമായിട്ടുള്ള, ഇപ്പൊ സമരം നടക്കുന്ന കാര്യം പറഞ്ഞല്ലോ, അപ്പൊ അവർക്ക് ആവശ്യമായിട്ടുള്ള അവരെ ഇവിടെ നാട്ടിൽ തന്നെ പിടിച്ചു നിർത്താനുള്ള, ലക്ഷങ്ങൾ മുടക്കി പഠിച്ച പിള്ളേരെ ഇവിടെ നാട്ടിൽ തന്നെ പിടിച്ചു നിർത്താനുള്ള സംവിധാനങ്ങൾ ഗവൺമെന്റ് ഇടപെടുക. അതുപോലുള്ള നീക്കങ്ങളൊക്കെ നടക്കുമ്പോൾ ഇതുപോലുള്ള പ്രശ്നങ്ങൾ ഒരു പരിധി വരെ നമുക്ക് പരിഹരിക്കാൻ സാധിക്കുമെന്നുള്ള കാര്യം സത്യമാണ് ശരിക്കും. അതുപോലെ ഇപ്പോൾ ഉപകരണങ്ങളുടെ കുറവ്, നമ്മൾ നാട്ടിലെ ഏത് വികസന പരിപാടി എടുത്ത് നോക്കിയാലും അറിയാം, ആദ്യമേ പ്രഖ്യാപനം ഒരു 10 പ്രഖ്യാപനങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിൽ അതിൽ ഒരു 5 പോലും നടപ്പിലാക്കാറില്ല. ആ 5 നടപ്പിലാക്കിയാൽ തന്നെ അതിന്റെ മുന്നോട്ടുള്ള യാത്രയിൽ അത് തകരാറിലായാൽ അത് മെയിൻറ്റെയിൻ ചെയ്യാനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും ആരും നിൽക്കാറില്ല. അപ്പോൾ അങ്ങനെയുള്ള രീതികളൊക്കെ ഒന്ന് മാറിയാൽ തന്നെ നമ്മുടെ നാട് രക്ഷപ്പെടുത്തുള്ളൂ, നമ്മുടെ മെഡിക്കൽ ഫീൽഡിൽ വലിയൊരു മാറ്റം വരുത്തുള്ളൂ. ഏറ്റവും കൂടുതൽ ഇപ്പം ലോകം മൊത്തം നോക്കുകയാണെങ്കിൽ ഏറ്റവും നല്ല രീതിയിൽ മെഡിക്കൽ രംഗം നിൽക്കുന്നത് ശരിക്കും ഇന്ത്യയിലാണെന്ന് പറയും. ഏറ്റവും കൂടുതൽ ആശുപത്രികളിൽ പെട്ടെന്ന് അഡ്മിഷൻ കിട്ടുന്നതും അല്ലെങ്കിൽ അപ്പോയിൻമെൻറ്റുകൾ കിട്ടുന്നതൊക്കെ ഇന്ത്യയിലാണ് എന്ന് പറയും. പക്ഷെ അവിടെ വേറൊരു കാര്യം കൂടെ ഉണ്ട്, അനാവശ്യമായിട്ട് ഏറ്റവും കൂടുതൽ മരുന്ന് കഴിക്കുന്നതും ഇന്ത്യക്കാരാണ്. ഈ ആഗോളതലത്തിലുള്ള എല്ലാ കുത്തക കമ്പനികളുടെയും മരുന്ന് കമ്പനികളുടെയും ഒരു ടെസ്റ്റ് ലാബാണ് ശരിക്കും ഇന്ത്യ എന്ന് പറയുന്നത്. ഇപ്പം കേരളത്തിലെ ചില ഹോസ്പിറ്റലുകളിൽ നമുക്കറിയാം, ബ്ലാക്ക് റോക്ക് പോലുള്ള വലിയ വൻകിട കമ്പനികൾ ഏറ്റെടുക്കുന്ന ഒരു കാര്യം വന്നു. കമ്പനികൾ ഏറ്റെടുക്കുന്നുണ്ടെങ്കിൽ അത് അവരുടെ ലാഭമാണ് അവരവിടെ നോക്കുന്നത്. എന്തുകൊണ്ട്? അവിടെ ഏറ്റവും ബിസിനസ് നടക്കുന്നത് കേരളത്തിലാണ്. അപ്പോൾ ഈ പ്രൈവറ്റ് കമ്പനികൾ, കഴിഞ്ഞ ദിവസം ഞാൻ ഒരാൾ സംസാരിച്ചു കഴിഞ്ഞപ്പോൾ അയാളോട് പറഞ്ഞൊരു കാര്യമുണ്ട്, ഇപ്പൊ ഈ പ്രായത്തിലൊക്കെ എങ്ങനെയാണ് നിങ്ങൾ ഈ ലഡു ജിലേബിയൊക്കെ കഴിക്കുന്നത് എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ആദ്യം ഞാൻ ഷുഗറിന്റെ മരുന്ന് കഴിക്കും, അതിനുശേഷം ലഡു കഴിക്കും എന്നുള്ളതാണ് പറഞ്ഞത്. അപ്പോൾ നമ്മുടെ ചിന്താഗതി എങ്ങനെയാണ്, മരുന്ന് എത്ര വേണമെങ്കിലും കഴിക്കുക എന്നുള്ളതാണ്. അത് നേരത്തെ ജോയ്സ് പറഞ്ഞതുപോലെ തന്നെ ആഗോള കുത്തക ഭീമന്മാരുടെ മൊണോപ്പൊളി ടീമിൻ്റെയൊക്കെ ഒരു പരീക്ഷണശാലിയായി കേരളത്തിലെ ജനങ്ങൾ ഓരോ ദിവസം മാറിക്കൊണ്ടിരിക്കും. ഇനി അത് വളരുക മാത്രമേ ചെയ്യുള്ളൂ. അപ്പോൾ ഒരു കാര്യം കൂടി ആഡ് ചെയ്യാമെന്ന് എനിക്ക് തോന്നുന്നു. അതായത് നമ്മുടെ സർവീസ്, അത് ആശുപത്രി ഉപകരണങ്ങളിലെ മെയിൻ്റനൻസ്, ഇതിൽ എത്രത്തോളം ശ്രദ്ധ ചെലുത്തുന്നുണ്ട് എന്നുള്ളതാണ്. അതായത് സ്ഥാപിച്ചിട്ട് ആ വഴിക്ക് അങ്ങ് പോവുക, പിന്നെ ടാറ്റ പറഞ്ഞങ്ങ് പോവുക, പിന്നെ തിരിച്ചു വന്നത് നന്നാക്കി തരാൻ പറഞ്ഞു കഴിഞ്ഞാൽ നന്നാക്കാനൊന്നും ആരില്ല. ഇത് പ്രോപ്പറായിട്ടൊരു ചെക്കിംഗ് ഇല്ല. അങ്ങനെ തുടങ്ങിയ കാര്യങ്ങൾ കൊണ്ട് തന്നെയാണ് ആശുപത്രിയിലെ ഉപകരണങ്ങളെല്ലാം തന്നെ ഇങ്ങനെ പഴഞ്ചനായി പോകുന്നതോറും കേടായിക്കൊണ്ടിരിക്കുന്നത് അല്ലേ? തീർച്ചയായിട്ടും. അതായത് ഒരു പ്രഖ്യാപനത്തിൽ ഒതുങ്ങാതെ, അല്ലെങ്കിൽ ഇപ്പം അവസാനിക്കാൻ പോകുന്ന ഒരു സർക്കാർ കുറെ പ്രഖ്യാപനങ്ങൾ നടത്തി, ഇന്നതൊക്കെ ചെയ്യുമെന്ന് നടത്തി, അടുത്ത വരുന്നവരുടെ തലയിൽ വെച്ച് കൊടുക്കാതെ, ഇതൊക്കെ ഒരു കൂട്ടായിട്ടുള്ള ഒരു പ്രവൃത്തിയാണ്. ഇത് നമ്മുടെ നാടാണ്, നമ്മുടെ നാടിന് വേണ്ടിയിട്ടാണ്, നാട്ടുകാർക്ക് വേണ്ടിയിട്ടാണെന്നുള്ളൊരു ബോധം ഉണ്ടെങ്കിൽ ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഒരു പരിധിവരെ ഉണ്ടാവില്ല എന്ന് എനിക്ക് തോന്നുന്നു. അതുപോലെ ഹോസ്പിറ്റലുകളിലുള്ള ഡോക്ടർമാരായാലും നഴ്സുമാരായാലും ശരി, ഇപ്പൊ പ്രത്യേകിച്ച് ഗവൺമെന്റ് ഹോസ്പിറ്റലിലുള്ളവരാണെങ്കിലും ശരി, അത് ഇപ്പം നമ്മൾ ഓരോരുത്തരും അടയ്ക്കുന്ന ടാക്സ് വെച്ചിട്ടാണ് ഇതുപോലുള്ള പല ഹോസ്പിറ്റൽ
ഹോസ്പിറ്റലുകളും കെട്ടിപ്പൊക്കുന്നത്, അവർക്കൊക്കെ സാലറി കൊടുക്കുന്നതൊക്കെ ആ ഒരു വഴിക്കാണ് ഇതിനുള്ള പണം കണ്ടെത്തുന്നത്. ഈ ഹോസ്പിറ്റലുകൾ വഴി വരുന്ന വരുമാനമാണെങ്കിൽ പോലും ഓരോ രോഗികളും കയ്യിൽ നിന്ന് എടുത്ത് കൊടുക്കുന്ന, അല്ലാതെ ഇത് ശരിക്കും ഒരു ഫ്രീ സർവീസ് അല്ല ശരിക്കും. അപ്പോൾ ഞാനിപ്പോൾ ഒരു ഹോസ്പിറ്റലിൽ ചെല്ലുന്നുണ്ടെങ്കിൽ, ഞാനൊരു പേയ്മെന്റ് കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ അതിന് എനിക്ക് ശരിക്കും അതിൻ്റെ വ്യക്തമായിട്ടുള്ള എൻ്റെ ഒരു സുരക്ഷ, എൻ്റെ ജീവൻ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു കടമ എൻ്റെ കയ്യിൽ നിന്ന് പേയ്മെന്റ് മേടിക്കുന്ന ആ ഒരു സംവിധാനത്തിനുണ്ട് എന്നുള്ളത് നമുക്ക് ശരിക്കും മറക്കാൻ പാടില്ലാത്തൊരു കാര്യമാണ്. അപ്പോൾ അതുപോലെയുള്ള സാഹചര്യത്തിൽ ഇതുപോലെ കത്രിക മറന്നു വെക്കുന്നതും അല്ലെങ്കിൽ പഞ്ഞി കുടുങ്ങി പോകുന്നതും അത് വെച്ച് ജീവൻ ഒരു 10-12 വർഷം കത്രികയായിട്ട് നടക്കേണ്ടി വരുന്നതും, അതിനെ ചോദ്യം ചെയ്യുമ്പോൾ 50 വർഷം വരെ ജീവിച്ചാൽ പ്രശ്നമില്ല എന്ന് പറയുന്നതും, ഇതൊക്കെ ശരിക്കും അനുവദിക്കാൻ പാടില്ലാത്തതാണ്. വ്യക്തമായിട്ടുള്ള ഒരു മോണിറ്ററിംഗ് സംവിധാനം നമ്മുടെ കേരളത്തിലെ ആരോഗ്യ മേഖലയ്ക്ക് വേണമെന്നുള്ളത് ഒരു നമ്മൾ കഴിഞ്ഞ ഇടയിലുണ്ടായ പല പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ നമ്മൾ ചർച്ച ചെയ്യേണ്ടായി. പക്ഷേ ഇതിനകത്ത് നമ്മൾ ആരോഗ്യ കേരളത്തെക്കുറിച്ച് പറയുമ്പോൾ അതിന്റെ കുറച്ച് പോസിറ്റീവ് സൈഡ് കൂടിയുണ്ട്. നിപ്പ ഉണ്ടായ സമയത്ത് നമുക്ക് അറിയാമായിരുന്നു, ഒന്നടങ്കം ആരോഗ്യ മേഖലയെല്ലാം ഏകോപിപ്പിച്ചുകൊണ്ട് വലിയ പ്രവർത്തനങ്ങൾ നടത്തി. അത് നമ്മൾ ഒരിക്കലും കാണാതെ പോരുത്. അതുപോലെ കോവിഡ് സമയത്താണെങ്കിലും, കണക്കുകളൊക്കെ വേറെ പലതും ആണെങ്കിൽ കൂടി, കോവിഡ് സമയത്താണെങ്കിലും ആരോഗ്യരംഗം കേരളത്തിന് വേണ്ടി കുറെ സംഭാവനകൾ ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള പോസിറ്റീവ് കാര്യങ്ങളൊക്കെ കേരളത്തിൽ സംഭവിക്കുന്നത്. അതുപോലെ തന്നെ അവയവദാനങ്ങൾ, അതേപോലെ അത് അവയവങ്ങൾ, ശസ്ത്രക്രിയകൾ, അതെല്ലാം കേരളത്തിൽ നടക്കുന്നുണ്ട്. അപ്പം കേരളത്തിൽ നിന്നും കഴിയാഞ്ഞിട്ടല്ല, വേണ്ട എന്ന് വെച്ചിട്ടാണ്. അതായത് നമ്മൾ ലോകത്തെ മൊത്തം നോക്കുകയാണെങ്കിൽ കേരളം എന്ന് പറയുന്നത്, ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യത്തിന്റെ ചെറിയൊരു അംശമാണ് കേരളം എന്ന് പറയുന്നത്. പക്ഷേ ലോകത്ത് പലയിടത്തും നടക്കാത്ത പല സംഭവങ്ങളും നമുക്ക് കേരളത്തിൽ നടന്നിട്ടുണ്ട്. ഈ ഹൃദയ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ പോലുള്ള പല സംവിധാനങ്ങളും പല പരിപാടികളും നമുക്ക് കേരളത്തിൽ വിജയകരമായിട്ട് നടത്താൻ പറ്റിയിട്ടുണ്ട്. പക്ഷേ ഇതുപോലെ ഇപ്പോൾ റോജി പറഞ്ഞ പോലെ പല പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളുടെയും, നമുക്ക് ലോകത്തിന്റെ മുന്നിൽ തലയുയർത്തിപ്പിടിച്ച് അഭിമാനത്തോടെ പറയാൻ പറ്റിയ പല കാര്യങ്ങളുടെയും വില കെടുത്തിക്കളയുന്ന പല നീക്കങ്ങളുമാണ് ഇപ്പോൾ കുറച്ച് നാളുകളായിട്ട് നമ്മുടെ നാട്ടിൽ നടക്കുന്നത്. അതൊക്കെ ശരിക്കും ഇപ്പോൾ കുറേ നല്ല കാര്യങ്ങളുണ്ട്, പക്ഷേ ലോകം മുഴുവനും ശ്രദ്ധിക്കുന്ന ഇപ്പോഴും നെഗറ്റീവിലേക്കായിരിക്കും. അതായത് ഒരു പാളിച്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവിടെ എന്തൊക്കെ നല്ലതുണ്ടായി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, എപ്പോഴും ഒരു മോശം എന്താണ് ഉണ്ടായതെന്ന് എല്ലാവരും ഒന്ന് പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കാൻ ശ്രമിക്കത്തുള്ളൂ. അതുകൊണ്ട് മാക്സിമം ഒരു തവണ ഉണ്ടായെങ്കിൽ ഉണ്ടായി, അതിന് ഇനി അടുത്ത തവണ അത് ഉണ്ടാകാതിരിക്കാനുള്ള നീക്കങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ അതിനോട് ആവശ്യമായിട്ടുള്ള നടപടികൾ എന്തൊക്കെയാണ് എന്ന് അത് വ്യക്തമായിട്ട് ഇരുന്ന് പഠിച്ച്, എന്തുകൊണ്ട് അത് ഉണ്ടായി എന്ന് പഠിച്ച് ഇനി ഒരു തവണ കൂടി അത് ഉണ്ടാവാൻ അനുവദിക്കില്ല എന്നുള്ള തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കുക. അതാണ് ശരിക്കും വേണ്ടത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ പറയുകയാണെങ്കിൽ, ഇപ്പോൾ മെഡിക്കൽ കോളേജുകളുടെ കാര്യം പറയുകയാണെങ്കിൽ, കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ തീപിടുത്തം ഉണ്ടായത് നമുക്കറിയാം. കോട്ടയം മെഡിക്കൽ കോളേജ് തകർന്നു വീണ്, മെഡിക്കൽ കോളേജിന്റെ ഒരു ഭാഗം തകർന്നു വീണ് ബിന്ദു എന്ന് പറയുന്ന ഒരു വീട്ടമ്മ മരിച്ച സംഭവം നമുക്കറിയാം. തിരുവനന്തപുരത്തേക്ക് നോക്കുകയാണെങ്കിൽ ഇന്ന് വലിയ രീതിയിലുള്ളൊരു തീപിടുത്തം ഉണ്ടായിരിക്കുകയാണ്. അതും അവിടെ നിറച്ചും രോഗികളായിരുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട. ICUലാണ് ഉണ്ടായത്. വലിയ രീതിയിലുള്ള ഒരു ദുരിതത്തിലേക്ക് ഇത് മാറുമായിരുന്നു. ആ സമയത്ത് വീഡിയോ ഒക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇതിന്റെ വ്യാപ്തി എത്രത്തോളം ആയി മാറും എന്നുള്ളത്. എന്തായാലും അങ്ങനെയുള്ള അനിഷ്ട സംഭവങ്ങളൊന്നും ഉണ്ടായില്ല. രോഗികളെയും കൂട്ടുകാരെയും ഒക്കെ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് മാറ്റാൻ കഴിഞ്ഞു. ഫയർഫോഴ്സ് യൂണിറ്റുകൾ, അത് ശരിക്കും അവരുടെ ഒരു വ്യക്തമായിട്ടുള്ള ഇടപെടലാണ്. അത് നമുക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല. ഒരു അപകടം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അപ്പോഴേ അവിടെ ഫയർഫോഴ്സ് എത്താൻ സാധിച്ചതും അവരുടെ വ്യക്തമായിട്ടുള്ള ഇടപെടൽ കാരണം ഒരുപാട് പേരുടെ ജീവൻ രക്ഷിക്കാൻ സാധിച്ചതൊക്കെ ശരിക്കും എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് അത്. എന്നാലും എത്രത്തോളം ഇനിയിപ്പോൾ തെരഞ്ഞെടുപ്പിലേക്ക് വരികയാണ് പ്രതിപക്ഷം, അല്ലെങ്കിൽ എത്രത്തോളം ഇതിനെ എടുത്ത് കൊണ്ടുവരും, ആയുധമാക്കും എന്നുള്ളതാണ് ചിന്തിക്കേണ്ടത്. കാരണം നമ്മുടെ ആരോഗ്യമന്ത്രി വീണ ജോർജിന് കഴുത്തിന് ചെറിയ പരിക്കുകളൊക്കെ പറ്റിയ രീതികളൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. അതിനുശേഷം ഒന്ന് റിലാക്സായി വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോഴാണ് അടുത്തതിലേക്ക് വരുന്നത്. എന്തായാലും ആരോഗ്യമന്ത്രിക്ക് അത്ര സുഖകരമായ സമയമല്ല എന്നാണ് ഇപ്പോൾ തോന്നുന്നത്. കാരണം അതാണ്ട് അടുത്ത തിരുവനന്തപുരത്തെ പ്രശ്നവും ഇനി പ്രതിപക്ഷം എടുക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ എങ്ങനെ നോക്കിക്കഴിഞ്ഞാലും ആരോഗ്യരംഗം നമ്പർ 1 എന്ന് പറയുമ്പോഴും പലപ്പോഴും ഇതുപോലുള്ള സംഭവങ്ങൾ അത് നമ്മളുടെ തെരഞ്ഞെടുപ്പിനെയും അതുപോലെ പൊളിറ്റിക്സിനെയും അത് ബാധിക്കുന്നുണ്ട്, അത് ആയുധമാക്കി മാറ്റുന്നുണ്ട്. അപ്പൊ ആയുധം എങ്ങനെയൊക്കെയോ പ്രതിപക്ഷത്തിന് കിട്ടുകയാണ് അല്ലേ? തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു ഇട്ട് കൊടുക്കുന്നതാണെന്ന് തോന്നുന്നത്. ഇതിപ്പം സംഭവിച്ചു പോയതാണെങ്കിൽ അത് എന്നാലും ഒരു വട്ടം 2 വട്ടം സംഭവിക്കുമ്പോൾ അത് ഒന്നുകൂടി ഒന്ന് ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ് എങ്കിൽ ഇതുപോലുള്ള പ്രതിപക്ഷത്തിന് ഇതുപോലുള്ള കാര്യങ്ങൾ ലഭിക്കാതിരിക്കാനുള്ള ഒരു വഴി നമുക്ക് അടയ്ക്കാൻ പറ്റുമല്ലോ. നമുക്കൊരു കൺക്ലൂഷനിലെത്തിക്കുകയാണെങ്കിൽ ആരോഗ്യ മേഖല എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ ജനങ്ങളുടെ എല്ലാം ആശാകേന്ദ്രമാണ്, അഭയകേന്ദ്രമാണ്. കാരണം നമുക്ക് മരിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ആശുപത്രിയിലേക്ക് ചെല്ലുന്നത്. ഇപ്പോൾ ആശുപത്രിയിൽ പോകുന്നവരെ പേടിച്ചാണ് ആൾക്കാർ ഇരിക്കുന്നത്. റോഡിലൂടെ ഇറങ്ങാൻ പറ്റില്ല, കാരണം തെരുവുനായ അടിക്കും. ആശുപത്രിയിൽ പോയി കഴിഞ്ഞാൽ എന്നാ സംഭവിക്കാന്ന് പറയാൻ പറ്റാത്ത ഒരു അവസ്ഥ. ഇങ്ങനെ നിരവധി പ്രതിസന്ധികളിലൂടെ നമ്മളിങ്ങനെ പോവുകയാണ്. അപ്പോൾ ആശുപത്രി നോക്കേണ്ടത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ പ്രോപ്പറായിട്ടുള്ള മെയിൻ്റനൻസ് എല്ലാത്തിലും ഉണ്ടാവുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് നമുക്ക് മുന്നോട്ട് വെക്കാനുള്ളത്.
ഇതിപ്പോ മറ്റൊരു കാര്യം പറയുകയാണെങ്കിൽ നമുക്കറിയാം, ഒരു കുട്ടിയുടെ കൈ മുറിച്ച ഒരു വാർത്ത, അത് ശരിക്കും വിനോദിനി. അതെ, വിനോദിനി. അപ്പോൾ ആ കുട്ടിയുടെ കൈ മുറിച്ച് മാറ്റേണ്ട അവസ്ഥ വന്നു. അത് ശരിക്കും വലിയൊരു അനാസ്ഥ തന്നെയാണ്. ആ കുഞ്ഞിനി വളർന്നു വരുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക, ആ കുഞ്ഞ് ആ കൈ ഇല്ലാതെ ജീവിക്കുന്ന ഒരു അവസ്ഥ. ലക്ഷങ്ങൾ വാഗ്ദാനം ചെയ്തു, അല്ലെങ്കിൽ 12ാം ക്ലാസ് വരെയുള്ള പഠിത്തം വാഗ്ദാനം ചെയ്തു. അതുകൊണ്ടൊന്നും മറയ്ക്കാൻ പറ്റാത്ത ഒരു വലിയൊരു തെറ്റ് തന്നെ അല്ലേ ചെയ്തത്? അനാസ്ഥ തന്നെയാണ്. ജീവിതകാലം മുഴുവനും ആ കുട്ടി അത് വെച്ചിട്ട് ഇനി അനുഭവിക്കണം. ആ കുട്ടി ഒരു വിവാഹ ജീവിതത്തിലേക്ക് കടന്നാൽ പോലും അത് വലിയൊരു ചോദ്യചിഹ്നമാവും, ആ ഒരു കൈ ഇല്ലാത്ത ഒരു അവസ്ഥ. അപ്പോൾ അതുപോലുള്ള പല പ്രശ്നങ്ങളും, ഇപ്പൊ ഒരു ദുരന്തം ഉണ്ടായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കൊച്ച് ശസ്ത്രക്രിയ കഴിഞ്ഞ് ബോധാവസ്ഥയിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ആ കൊച്ചു ചോദിച്ചൊരു ചോദ്യം, അമ്മേ എൻ്റെ കൈ എവിടെ എന്ന. ആ ചോദ്യം അമ്മേനോടല്ല ചോദിച്ചത്, കേരളത്തിലെ ഓരോ വ്യക്തികളോടുമാണ് ചോദിച്ചത്. നമ്മുടെ ആരോഗ്യരംഗത്തോട് മുഴുവനാണ് ആ ചോദ്യം ചോദിച്ചത്. അതൊന്നും കേട്ടില്ല എന്ന് നടിക്കാൻ എങ്ങനെ കഴിയുമെന്നുള്ളതാണ് നമ്മുടെ നാട്ടിൽ ഒരു പ്രശ്നം. അതായത് ഇതുപോലുള്ള സംഭവങ്ങൾ ഉണ്ടായി കഴിയുമ്പോൾ കുറെ ലക്ഷങ്ങൾ അങ്ങോട്ട് വാഗ്ദാനം ചെയ്യുകയാണ്. മാത്രമല്ലേ ഉള്ളൂ. അതെ, നഷ്ടപരിഹാരം വാഗ്ദാനം ചെയ്യുകയാണ്. ഇത് ആര് കൊടുക്കുമെന്നുള്ളത് ഒന്നാമത്തെ ചോദ്യം, ഇപ്പോൾ റോജി പറഞ്ഞ പോലെ. പക്ഷേ ഈ വാഗ്ദാനം കൊണ്ട് ആ തെറ്റുകൾ തിരുത്താൻ പറ്റുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പോൾ ഇതുപോലുള്ള മിസ്റ്റേക്കുകൾ ഇനി ആവർത്തിക്കാതിരിക്കാനുള്ള വേണ്ട നടപടികൾ സ്വീകരിക്കുക എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് ഏറ്റവും ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് എനിക്ക് തോന്നുന്നു. തീർച്ചയായിട്ടും. അതായത് ആശുപത്രികൾ എന്ന് പറയുന്നത് ഓരോ ജനങ്ങളുടെയും ജീവൻ രക്ഷിക്കാൻ ഉള്ളതാണ്. അവിടെ പോകുമ്പോൾ അയ്യോ അവിടേക്ക് പോകരുത് എന്ന് പേടിച്ച് മാറി നിൽക്കേണ്ട ഒന്നായി മാറരുത്. ആശുപത്രിയിൽ തുടർച്ചയായി ഉണ്ടാകുന്ന വീഴ്ചകൾക്ക് പരിഹാരം കാണേണ്ടത് അത്യാവശ്യമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇനി വരാൻ പോകുന്ന ഭരണകൂടമാണെങ്കിലും ആശുപത്രിയിൽ ആരോഗ്യരംഗത്തെ ഒരു മുൻ ക്രമത്തിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് പരിപാലിക്കേണ്ടതും അത്യാവശ്യമാണ്. ആശുപത്രിയിൽ ഉള്ള വസ്തുക്കൾ, അതായത് ഉപകരണങ്ങൾ, അതിന് പ്രോപ്പറായിട്ടുള്ള മെയിൻ്റനൻസ് നടത്താനുള്ള, സർവീസ് നടത്താനുള്ള ഒരു ശ്രമവും അധികാരികളുടെ അടുത്തു നിന്ന് ഉണ്ടാകേണ്ടതാണ്.